ഓക്കെ സ്റ്റുഡൻസ്, കൊഹിറന്റ് ലൈറ്റ് സോഴ്സസ് എന്താണ്? കൊഹിറന്റ് ലൈറ്റ് സോഴ്സസ് നോക്കൂ, രണ്ട് ലൈറ്റ് സോഴ്സുകളെ നിങ്ങൾ കൊഹിറന്റ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? അവ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് നോക്കൂ ഒരേ ഫ്രീക്വൻസി ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ ഫ്രീക്വൻസിയാണ്. അതുപോലെ എന്താണ് അവ തമ്മിലുള്ള, അതായത് സോഴ്സുകൾ എമിറ്റ് ചെയ്യുന്ന വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 0 ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇങ്ങനെയുള്ള സോഴ്സുകളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് കൊഹിറന്റ് ലൈറ്റ് സോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു സസ്റ്റെയിൻഡ് ആയ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ ആ വരുന്ന വേവുകൾ കൊഹിറന്റ് ലൈറ്റ് സോഴ്സസ് എമിറ്റ് ചെയ്യുന്ന വേവുകളായിരിക്കണം, അല്ലെങ്കിൽ കൊഹിറന്റ് ലൈറ്റ് സോഴ്സസ് കൊഹിറന്റ് വേവുകൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, രണ്ട് ഇൻഡിപെൻഡന്റ് ആയ ലൈറ്റ് സോഴ്സുകൾ ഒരിക്കലും കൊഹിറന്റ് ആയി വരികയില്ല. കൊഹിറന്റ് ആയി വരണമെങ്കിൽ എന്താണ്, ഒറ്റ ലൈറ്റ് സോഴ്സിൽ നിന്നും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത രണ്ട് ലൈറ്റ് സോഴ്സുകളാണെങ്കിൽ കൊഹിറന്റ് ലൈറ്റ് സോഴ്സസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കൊഹിറന്റ് ലൈറ്റ് സോഴ്സുകളെ ഉണ്ടാക്കിയെടുക്കാം. ഏതാണ്? ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് ടെക്നിക്ക്. ഓക്കെ, ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് ടെക്നിക്കും ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ടെക്നിക്കും ഇത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പാരന്റ് ലൈറ്റ് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന വേവ് ഫ്രണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ ഒക്കെ വഴി രണ്ട് സോഴ്സുകളാക്കി മാറ്റുകയാണ്. ഓക്കെ, രണ്ട് സോഴ്സുകളാക്കി മാറ്റുകയാണ്. ജസ്റ്റ് പറയുകയാണ്, നിങ്ങൾ ക്യാച്ച് ചെയ്തെടുത്തോളാം. ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ടെക്നിക്ക് എന്താ പറയുന്നത്, പാർഷ്യൽ റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ വഴി നോക്കൂ, ഒരു സിംഗിൾ എക്സ്റ്റെൻഡഡ് ലൈറ്റ് ബീമിനെ നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കൊഹിറന്റ് ലൈറ്റ് സോഴ്സ് ഇതൊക്കെ നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഈ പോയിന്റുകൾ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ചില തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ്, ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇന്റർഫറൻസ് ഇൻ തിൻ ഫിലിംസ്. നോക്കൂ, ഇന്റർഫറൻസ് ഇൻ തിൻ ഫിലിംസ്. ഓക്കെ, എന്താ ഇന്റർഫറൻസ് ഇൻ തിൻ ഫിലിംസ് എന്ന് പറയുന്നത്? അതായത് വൈറ്റ് ലൈറ്റ് നോക്കൂ, ഇപ്പോ തിൻ ഫിലിമുകൾ, അതായത് ഈ ലൈറ്റിന്റെ വേവ് ലെങ്തുമായി കമ്പയർ ചെയ്യുമ്പോൾ തിക്നെസ് വളരെ കുറഞ്ഞ ഫിലിമുകളെയാണ് നിങ്ങൾ തിൻ ഫിലിമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ തിൻ ഫിലിമുകളിൽ ഈ വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും, ഇന്റർഫറൻസിന് ഒരു ഫിലിമിന് രണ്ട് സർഫസുകൾ ഉണ്ടല്ലോ, ഇന്നർ സർഫസും ഔട്ടർ സർഫസും. അപ്പൊ നോക്കിക്കേ, ഇവയിലൂടെയുള്ള സക്സസീവായ റിഫ്ലക്ഷന്റെ ഫലമായി ഇന്റർഫിയർ ചെയ്യുന്നു, ലൈറ്റ് വേവുകൾ ഇന്റർഫിയർ ചെയ്യുന്നു. അപ്പൊ നോക്കൂ, എന്ത് സംഭവിക്കും, തിൻ ഫിലിംസിൽ ഇന്റർഫറൻസ് എന്നുള്ള പ്രതിഭാസം സംഭവിക്കുന്നു. ഓക്കെ, അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ ഇതെല്ലാം. അപ്പോ റിഫ്ലക്റ്റഡ് ലൈറ്റ് കണ്ടീഷൻ ആണ് എങ്കിൽ കൺസ്ട്രക്റ്റീവ് അതായത് റിഫ്ലക്ഷനും ഉണ്ടാകും റിഫ്രാക്ഷനും ഉണ്ടാകും ഇതിനകത്ത്. അപ്പോൾ ഇന്റർഫറൻസ് എന്തിന്റെ ഫലമായാണ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് കണ്ടീഷന്റെ ഫലമായി കൺസ്ട്രക്റ്റീവ് ആയാണ് ഇന്റർഫറൻസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, മനസ്സിലാക്കി വെച്ചേക്ക്. എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, റിഫ്ലക്റ്റഡ് ലൈറ്റ് കണ്ടീഷനിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ ആണ് ഇത്. അതുപോലെ റിഫ്രാക്റ്റഡ് ലൈറ്റ് കണ്ടീഷനിലുള്ള കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ ഇത്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ ഇത്. കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നന്നായി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് രണ്ട് സ്ലിറ്റുകൾ ഉണ്ടല്ലേ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ N1ഉം N2ഉം. ഓക്കെ, അതിൽ രണ്ടിലും കൂടി കടന്നു പോകുന്ന വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഫ്രിഞ്ച് പാറ്റേൺ സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു സ്ലിറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ലിറ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ട്രാൻസ്പാരന്റ് തിൻ ഷീറ്റ്, അതിന്റെ തിക്നെസ് T ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NM ആണ്. ഓക്കെ, ട്രാൻസ്പാരന്റ് തിക്ക് ഷീറ്റ്. അതായത് ഇപ്പൊ നോക്കിക്കേ, ഈ സ്ലിറ്റ്, ഇപ്പൊ സ്ലിറ്റ് S2 നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, വളരെ ട്രാൻസ്പാരന്റ് ആയ തിക്കായ ഒരു ഷീറ്റ്, അതിന്റെ തിക്നെസ് T ആണ്. അതുകൊണ്ട് ആ സ്ലിറ്റ് അങ്ങ് മറക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൂപ്പർ ഇമ്പോസിംഗ് വേവിന്റെ പാത്താണ് നിങ്ങൾ മറക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അപ്പൊ എന്താ സംഭവിക്കുന്നത്,
അത് ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. കാര്യം ഈ ഇന്റർഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്, ഒരു പാത്ത് ഡിഫറൻസ് ആണ്. ആ പാത്ത് ഡിഫറൻസിന്റെ വാല്യൂ അനുസരിച്ചാണ് കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുന്നത്. ഫ്രിഞ്ചുകൾ ബ്രൈറ്റും ഡാർക്കും ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ആ ഒരു സ്ലിറ്റ് S2 എന്നുള്ള സ്ലിറ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, തിക്നെസ് Tയും NM റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു തിൻ ഷീറ്റ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, തിൻ ഷീറ്റാണ് കേട്ടോ, തിൻ ഷീറ്റ് കൊണ്ട് മറയ്ക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഇന്റർഫറൻസ് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് വളരെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഇന്റർഫറൻസ് പാറ്റേൺ. നോക്കൂ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, എല്ലാം പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻസ് ആണ്. നോക്കിക്കേ, അങ്ങനെ ഉണ്ടാകുന്ന അഡീഷണൽ പാത്ത് ഡിഫറൻസിന്റെ വാല്യൂ എത്രയാണ്, NM-1 × T. NM എന്താണ്, ആ മെറ്റീരിയലിന്റെ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ. T എന്താണ്, പിന്നെ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ ഷീറ്റിന്റെ തിൻ ഷീറ്റിന്റെ തിക്നെസ് ആണ്. ഓക്കെ, വളരെ തിന്നാണത്. ഇനി ഫ്രിഞ്ച് ഷിഫ്റ്റിന്റെ ഇക്വേഷൻ നോക്കിക്കേ, ക്യാപിറ്റൽ D by സ്മോൾ d into NM-1 × T അല്ലെങ്കിൽ β/λ into NM-1 × T. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഓക്കെ, D എന്താണെന്ന് അറിയാം, സ്മോൾ d എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഇനി നോക്കിക്കേ, ഈ തിൻ ഫിലിമിന്റെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ഈ തിൻ ഫിലിമിന്റെ പ്രസൻസ് കൊണ്ട് ഫ്രിഞ്ച് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുന്നത് നോക്കൂ, നിങ്ങൾ ഫ്രിഞ്ചുകളുടെ എണ്ണം വെച്ചാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ N ഫ്രിഞ്ചുകൾക്ക് സെപ്പറേഷൻ സംഭവിക്കുന്നു എങ്കിൽ നോക്കിക്കേ, N ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഈക്വൽ ടു NM-1 × T ഡിവൈഡഡ് ബൈ λ. ഓക്കെ, ഫ്രിഞ്ച് പാറ്റേൺ N ഫ്രിഞ്ചുകൾ വെച്ച് ഷിഫ്റ്റ് ചെയ്യുമെങ്കിൽ N ഈക്വൽ ടു, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, NM-1 × T by λ, ഓർ ഇതിന്ന് T എങ്ങനെ എഴുതാം, Nλ/NM-1. ഇത് നിങ്ങൾ എന്താണ്, ചെറിയ ടോപ്പിക് ആയതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കരുത്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, നോക്കൂ, ലൈറ്റിന്റെ വേവ് ലെങ്തുമായി കമ്പയറബിളായ, അതായത് വളരെ ചെറിയ കമ്പയറബിളായ ഡയമെൻഷൻസ് ഉള്ള ഒബ്സ്റ്റക്കിൾ ആണ് എങ്കിൽ ആ ലൈറ്റ് എന്ത് ചെയ്യും, ആ അപ്പേർച്ചറിന്റെ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിന്റെ എഡ്ജുകളിൽ ഇത് ബെൻഡ് ചെയ്യും. ഓക്കെ, ബെൻഡ് ചെയ്യും. ഓക്കെ, ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെയാണ് നിങ്ങൾ ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വസ്തുവിന്റെ ജോമെട്രിക്കൽ ഷാഡോ നോക്കിക്കേ, പിന്നെ ആ ഷാഡോയിൽ ലൈറ്റ് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോമെട്രിക്കൽ ഷാഡോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വസ്തുവിന്റെ ഷാഡോ നിങ്ങൾ കാണുമ്പോൾ എന്താണ്, കുറച്ച് ഭാഗത്തേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നതായി കാണാം. അതായത് മുഴുവൻ ഡാർക്ക് അല്ല, കുറച്ച് ഭാഗത്തേക്ക് ലൈറ്റ് ഇങ്ങനെ എൻ്റർ ചെയ്യും. അത് എന്ത് കാരണമാണ്, ഡിഫ്രാക്ഷൻ കാരണമാണ്. ഓക്കെ, അത് എല്ലാത്തിനും പറ്റില്ല. എന്താണ്, അപ്പേർച്ചർ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ വേവ് ലെങ്തിന്റെ ലൈറ്റുമായി കമ്പയറബിൾ ആയ ഡയമെൻഷൻ ഉള്ളതാണെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, ഡിഫ്രാക്ഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നോക്കിക്കേ, ഡിഫ്രാക്ഷൻ എല്ലാ ടൈപ്പ് വേവുകൾക്കും ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇനി വേവ് ലെങ്ത് കൂടുന്തോറും ഡിഫ്രാക്ഷൻ എഫക്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഡിഫ്രാക്ഷൻ എഫക്റ്റ് സൗണ്ടിലും കൂടുതലായി ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ഡിഫ്രാക്ഷൻ എങ്ങനെയാണ് ഇറൈസ് ചെയ്യുന്നത് നോക്കിക്കേ, നമ്മുടെ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത വേവ് ഫ്രണ്ടുകൾ അല്ലെങ്കിൽ ഒരു പാരന്റ് സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ രണ്ട് കൊയിറന്റ് ആയ വേവ് ഫ്രണ്ടുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്. എന്നാൽ ഡിഫ്രാക്ഷൻ നോക്കിയേ, ഒരു സിംഗിൾ വേവ് ഫ്രണ്ടിൽ നിന്നും ഉണ്ടാകുന്ന സെക്കൻഡറി വേവ്ലെറ്റുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്താണ് ഡിഫ്രാക്ഷൻ ഉണ്ടാകുന്നത്. ഡിഫ്രാക്ഷൻ രണ്ട് രീതിയിലുണ്ട്, ഫ്രനൽ ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഫ്രനൽ ഡിഫ്രാക്ഷൻ എന്താ പറയുന്നേ, ഒന്നുകിൽ സോഴ്സ് അല്ലെങ്കിൽ സ്ക്രീൻ. ഓക്കെ, ഒന്നുകിൽ സോഴ്സ്, ഇത് സോഴ്സ് ആണ്, ഇത് സ്ക്രീൻ ആണ്, ഇത് സ്ലിറ്റ് ആണ്. സിംഗിൾ സ്ലിറ്റ് ആണ് കേട്ടോ, രണ്ട് സ്ലിറ്റുകളില്ല, സിംഗിൾ സ്ലിറ്റ് ആണ്. അപ്പോൾ ഒന്നുകിൽ ഈ സോഴ്സ് അല്ലെങ്കിൽ ഈ സ്ക്രീൻ, അത് രണ്ടും നോക്കിക്കേ ഡിഫ്രാക്റ്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ ആണ്, അല്ലെങ്കിൽ അപ്പാർച്ചർ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ സോഴ്സ് അല്ലെങ്കിൽ സ്ക്രീൻ ഈ ഡിഫ്രാക്റ്റിംഗ് ഡിവൈസിൽ നിന്നും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എങ്കിൽ
നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു ഫ്രെനൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആയിരിക്കും. അതിനെയാണ് നിങ്ങൾ ഫ്രെനൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രെനൽ ഡിഫ്രാക്ഷന്റെ കോമൺ എക്സാമ്പിൾസ് ആണ് ഡിഫ്രാക്ഷൻ അറ്റ് സ്ട്രൈറ്റ് എഡ്ജ്, നാരോ വയർ അല്ലെങ്കിൽ ഒപ്പേക്ക് ഡിസ്ക്. അതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഫ്രെനൽ ഡിഫ്രാക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കിയേ ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ. ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ പറയുന്നത് എന്താണ്? ഫ്രോണോഫർ ഡിഫ്രാക്ഷനിൽ നോക്കിക്കേ, സോഴ്സും സ്ക്രീനും ഡിഫ്രാക്റ്റിംഗ് ഡിവൈസിൽ നിന്ന് ലാർജ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരു കൺവേർജിംഗ് ലെൻസിന്റെ സഹായം ആവശ്യമുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ അത് ദൂരെയുള്ള സോഴ്സ് ആണ് സൂര്യൻ, അല്ലേ? സൂര്യൻ വളരെയധികം കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു സ്റ്റാർ ആണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അതിന്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കൺവേർജിംഗ് ലെൻസിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ സോഴ്സ് അല്ലെങ്കിൽ സ്ക്രീൻ എന്താണ് ലാർജ് ഡിസ്റ്റൻസ് അകലെയാണ് എന്തിൽ നിന്നും? ഡിഫ്രാക്റ്റിംഗ് ഡിവൈസിൽ നിന്നും അല്ലെങ്കിൽ അപ്പർച്ചറിൽ നിന്നും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇത് ഒബ്സർവ് ചെയ്യാൻ കൺവേർജിംഗ് ആയ ലെൻസുകളുടെ സഹായം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസുകൾ വേണം എന്തിന്? ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ. അപ്പൊ നോക്കിക്കേ, ഫ്രോണോഫർ ഡിഫ്രാക്ഷന്റെ അറേഞ്ച്മെന്റ് നിങ്ങൾ നോക്കിക്കേ. എന്താണ് അറേഞ്ച്മെന്റ്? നോക്കിക്കേ, ഒരു നാരോ സ്ലിറ്റ് ആണ്, അതിന്റെ വിഡ്ത്ത് എ ആണ്. ഓക്കെ, 2 ലെൻസുകളുണ്ട്. എന്തിനാണ്? ഇൻസിഡന്റ് ബീമും അതുപോലെ എന്താണ് ഈ സൂപ്പർ പോസ് ചെയ്തു വരുന്ന ഈ ബീമും എന്ത് ചെയ്യാൻ? പാരലൽ സ്ട്രെയിറ്റ് ബീമിനെ എന്ത് ചെയ്യാൻ? ഇൻസിഡന്റ് ലൈറ്റ് ബീമും അതുപോലെ ഇതിനെ ഫോക്കസ് ചെയ്യാനൊക്കെ എന്തിനാണ് നമ്മൾ 2 ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? L1ഉം L2ഉം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, നോക്കിക്കേ, ഫ്രോണോഫർ ആസ് എ റിസൾട്ട് ഓഫ് ഡിഫ്രാക്ഷൻ. നോക്കിക്കേ, ഇനി നമ്മൾ ജനറൽ റിസൾട്ടുകളിലേക്ക് പോവുകയാണ്. ഡിഫ്രാക്ഷൻ പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇതാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഡിഫ്രാക്ഷൻ കാരണം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണ്? നമുക്ക് ഇതിന്റെ സിമെട്രിക്കൽ സെന്ററിൽ എന്തുണ്ട്? ഒരു ബ്രോഡും ബ്രൈറ്റുമായ മാക്സിമ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദിസ് ഇസ് എ മാക്സിമം പോയിന്റ്. അതിന്റെ ഇരുവശത്തും നിങ്ങൾ നോക്കിക്കേ, സെക്കൻഡറി മാക്സിമയുണ്ട്, സെക്കൻഡറി മിനിമയും ഉണ്ട്. സെക്കൻഡറി മാക്സിമയും സെക്കൻഡറി മിനിമയും ഉണ്ട്. ഓക്കെ, ഇന്റൻസിറ്റി കുറഞ്ഞു പോകുന്ന രീതിയിലാണ്. അപ്പോൾ നടുക്ക് എന്താണ്? at the symmetrical central point we obtain a broad and bright maxima, and on either side we can see the secondary maxima and secondary minima. ഇനി പറയാൻ പോകുന്ന കണ്ടീഷൻസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഡിഫ്രാക്ഷൻ മിനിമയുടെ കണ്ടീഷൻ എന്താണ്? ഡിഫ്രാക്ഷൻ മിനിമയുടെ കണ്ടീഷൻ എ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്ലിറ്റിന്റെ വിഡ്ത്താണ്. ഓക്കെ, സ്ലിറ്റിന്റെ വിഡ്ത്താണ്. ചിലപ്പോൾ നമ്മൾ ആ എക്ക് പകരം ഡി ഒക്കെ ഉപയോഗിച്ച് കളയും. കാര്യം എന്താണ്? മുമ്പ് നമ്മൾ സ്ലിറ്റ് വിഡ്ത്തിന് ഡി എന്നാ സൂചിപ്പിച്ചത്. അപ്പൊ ഇവിടെ നിങ്ങൾ എ എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് വിഡ്ത്ത് എന്ന് ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ എ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ n1 2 3 4 അങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി നോക്കിയേ, സെക്കൻഡറി മാക്സിമയുടെ കണ്ടീഷൻ എന്താണ്? എ സൈൻ തീറ്റ ഈക്വൽ ടു 2n+1 ഇൻറ്റു λ/2 പഠിച്ചു വെക്കുക. സെക്കൻഡറി ഡിഫ്രാക്ഷൻ മാക്സിമയുടെ കണ്ടീഷൻ n ഈക്വൽ ടു 1 2 3 4 അങ്ങനെ പോകുന്നു. ഇനി നോക്കിയേ, ആംഗുലാർ പൊസിഷനാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ nth സെക്കൻഡറി മിനിമയുടെ കണ്ടീഷൻ സൈൻ തീറ്റ ഈക്വൽ ടു നിയർലി ഈക്വൽ ടു തീറ്റ. വളരെ ചെറിയ ആംഗിൾ ആണെങ്കിൽ സൈൻ തീറ്റ നിയർലി ഈക്വൽ ടു തീറ്റ n λ/a ആണ്. ഓക്കെ, n λ/a. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. n എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഓർഡർ ആണ്. ഓക്കെ, അപ്പൊ നോക്കി ഓർഡർ എന്താണ്? പിന്നെ ഇതിന്റെ ഇന്റഗ്രൽ നമ്പർ ആണ്. നിങ്ങൾക്ക് അറിയാം ഓരോ എന്താണ് എന്ത് ഫ്രിഞ്ചാണോ അല്ലെങ്കിൽ മാക്സിമയാണോ അതാണ് ക്വസ്റ്റ്യൻ. എന്ത് സെക്കൻഡറി, അതായത് സെക്കൻഡറി മാക്സിമയുടെ എണ്ണമാണ്, നോക്കൂ, ഓർഡർ അല്ല. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ലീനിയർ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഇത് ആംഗുലാർ പൊസിഷൻ ആണ്. അതായത് nth സെക്കൻഡറി മിനിമ ആംഗുലാർ പൊസിഷൻ ആണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ആംഗിൾ വെച്ചുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇതാണ്. അതുപോലെ ലീനിയർ ഡിസ്റ്റൻസ് ആണെങ്കിലോ ഇതാണ് ഫോർമുല. മനസ്സിലാക്കി വെച്ചിരിക്കുക. xn ഈക്വൽ ടു d തീറ്റ ഈക്വൽ ടു nd λ/a ദാറ്റ് ഈസ് ഈക്വൽ ടു nf2 λ/a. അതായത് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് വെച്ചും പറയാം. L2 എന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, nth മാക്സിമയുടെ കണ്ടീഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൈൻ
തീറ്റ ഈക്വൽ ടു തീറ്റ. ഇതിപ്പോ നമ്മൾ മിനിമയുടെ കണ്ടീഷൻ അല്ലേ പറഞ്ഞത്, nth സെക്കൻഡറി മിനിമ. ഇനി nth സെക്കൻഡറി മാക്സിമയുടെ കണ്ടീഷൻ നോക്കൂ, നിയർലി ഈക്വൽ ടു തീറ്റ. അതിന്റെ ആംഗുലാർ ഡിസ്റ്റൻസും പിന്നെ എന്താണ് ലീനിയർ ഡിസ്റ്റൻസുമാണ് ഈ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി സെൻട്രൽ മാക്സിമയുടെ ആംഗുലർ വിഡ്ത്ത് ആണ് 2 തീറ്റ ഈസ് ഗിവൺ ബൈ 2 ലാംഡ ബൈ എ ലീനിയർ വിഡ്ത്ത് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ മാക്സിമ. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇതിനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ കിട്ടുന്നത്, ദ ആംഗുലർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ ഈസ് ഡബിൾ ആസ് കമ്പയർഡ് ടു ദ ആംഗുലർ വിഡ്ത്ത് ഓഫ് സെക്കൻഡറി ഡിഫ്രാക്ഷൻ മാക്സിമ. ഓക്കെ, സെൻട്രൽ മാക്സിമയുടെ ആംഗുലർ വിഡ്ത്തും സെക്കൻഡറി ഡിഫ്രാക്ഷൻ മാക്സിമയുടെ ആംഗുലർ വിഡ്ത്തും നോക്കിക്കേ. എന്താ സെക്കൻഡറി ഡിഫ്രാക്ഷൻ മാക്സിമയുടെ ആംഗുലർ വിഡ്ത്ത്? സെക്കൻഡറി ഡിഫ്രാക്ഷൻ മാക്സിമയുടെ ആംഗുലർ വിഡ്ത്ത് ആണ് എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നോക്കൂ. ഓക്കെ, അപ്പോ ആ പോയിന്റും കൂടി പഠിച്ചു വയ്ക്കുക. ദ ആംഗുലർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ ഈസ് ഡബിൾ ആസ് കമ്പയർഡ് ടു ആംഗുലർ വിഡ്ത്ത് ഓഫ് സെക്കൻഡറി ഡിഫ്രാക്ഷൻ മാക്സിമ. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നോക്കൂ, ഒരു ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആൻഡ് റിസോൾവിംഗ് പവർ, അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, നോക്കൂ, ഒരു ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയി ഇമേജുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിങ്ക്റ്റ് ആയി ഇമേജുകൾ ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിലെ 2 പോയിന്റുകൾ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസിനെയാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, അതായത് ഇപ്പൊ നോക്കൂ, വളരെ അടുത്തിരിക്കുന്ന ഒരു 2 പോയിന്റുകളെ നോക്കൂ, വളരെ അടുത്തിരിക്കുന്ന 2 പോയിന്റുകൾ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ വലുതാക്കിയോ ചെറുതാക്കിയോ കാണുമ്പോൾ എന്ത് ചെയ്യും, അവ തമ്മിലുള്ള, അപ്പൊ ആ 2 പോയിന്റുകൾ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ്, ഓക്കെ, ആ 2 പോയിന്റുകളുടെ ഇമേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് വഴി കാണുന്നത്. അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയി എന്ത് ചെയ്യാൻ പറ്റുന്ന, ഫോം ചെയ്യാൻ പറ്റുന്ന ഇമേജുകളുള്ള, അല്ലെങ്കിൽ ഇമേജുകൾ ഫോം ചെയ്യാൻ പറ്റുന്ന 2 പോയിന്റുകൾക്കിടയിലുള്ള മിനിമം ഡിസ്റ്റൻസിനെയാണ്, ആംഗുലാർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്താണ് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ എന്താണ് പറയേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഫോർമുല കാണാതെ പഠിക്കുക. ഇനി റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുമിച്ചിരിക്കുന്ന 2 പോയിന്റുകളെ ഡിസ്റ്റിങ്ക്റ്റ് ആയി ഇമേജുകൾ ആക്കാനുള്ള ഒരു ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പവറാണ്. ഓക്കെ, അതിനെയാണ് റിസോൾവിംഗ് പവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിയർ ബൈ ഒബ്ജക്റ്റുകളെ, വളരെ ക്ലോസ് ആയിരിക്കുന്ന നിയർ ബൈ ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യാൻ, ഡിസ്റ്റിങ്ക്റ്റ് ആയി ഇമേജുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, അപ്പോൾ അത് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന്റെ എന്താണ്, ഇൻവേഴ്സ് ആണ്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന്റെ ഇൻവേഴ്സ് ആണ്. നോക്കൂ, നോർമൽ ഹ്യൂമനയുടെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ 1 മിനിറ്റ് ആണ്. ഇനി നോക്കൂ, ടെലിസ്കോപ്പാണ് നമ്മൾ പറയുന്നത്. ടെലിസ്കോപ്പിന്റെ അപ്പർച്ചർ അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ഒബ്ജക്റ്റീവിന്റെ അപ്പർച്ചർ ക്യാപിറ്റൽ D ആണ്. മിനിമം ആംഗുലർ സെപ്പറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 2 ഒബ്ജക്റ്റുകളുടെ ഇമേജുകൾ അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന മിനിമം ആംഗുലർ സെപ്പറേഷൻ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്താണ്, d തീറ്റ ഈക്വൽ ടു 1.22 ലാംഡ ബൈ d. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ടെലിസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ എന്താണ്, ഈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന്റെ, ഇത് പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ്, അതിന്റെ ഇൻവേഴ്സ് ആണ് റിസോൾവിംഗ് പവർ. അപ്പൊ നോക്കൂ, അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, 1/d തീറ്റ ഈക്വൽ ടു d ബൈ 1.22 ലാംഡ. ഇനി ഒരു മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ ആണ് പറയുന്നത്. ഓക്കെ, മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ, അതിന്റെ ഇക്വേഷൻ ആണിത്. ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്, ഒബ്ജക്റ്റിനെ ഇല്യൂമിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ്. ഇനി nm എന്താണ്, ഒബ്ജക്റ്റും ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിലുള്ള മീഡിയം ഉണ്ട്, അതിന്റെ ഇടയിലുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, തീറ്റ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി nm സൈൻ തീറ്റയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ ഓർ മൈക്രോസ്കോപ്പ് ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ വരച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വളരെ സ്പീഡിന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ ആണ് നമ്മൾ ഈ പറഞ്ഞത്, അതിന്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിയുക. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. നിങ്ങൾക്കറിയാം, ലൈറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് അല്ലേ. ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ പ്രത്യേകത എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വൈബ്രേഷൻ, ലൈറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വൈബ്രേഷൻ എന്നാൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതാണ് ട്രാൻസ്വേഴ്സ് വേവുകൾ. എന്നാൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പാരലലായാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിലോ പാർട്ടിക്കിൾസ്, അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നു. സൗണ്ട് വേവ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ,
ഇനി നോക്കിക്കേ, ഓർഡിനറി ലൈറ്റിന്റെ പ്രത്യേകത, ഫോർ എക്സാമ്പിൾ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റോ ഇലക്ട്രിക് ലാമ്പ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരുപാട് വേവുകൾ ചേരുന്നതാണ്, ഒരുപാട് വേവുകൾ അതിനകത്തുണ്ട്. അവയുടെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡംലി ഓറിയന്റഡ് വൈബ്രേഷൻ ആയിരിക്കും. ഓക്കെ, അവര് പോകുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിലും ആ വൈബ്രേഷന്റെ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ റാൻഡം ആണ്, റാൻഡംലി ഓറിയന്റഡ് ആണ് ആ വൈബ്രേഷൻ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണ്, ആ വൈബ്രേഷൻസിനെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വൈബ്രേഷനെ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. ഓക്കെ, അങ്ങനെ നോക്കിയാൽ നേരത്തെ പറഞ്ഞ ഈ ഓർഡിനറി ലൈറ്റ് പോളറൈസ്ഡ് ആണോ? അല്ല, ഓർഡിനറി ലൈറ്റ് അൺപോളറൈസ്ഡ് ആണ്. അങ്ങനെ അൺപോളറൈസ്ഡ് ആയ റാൻഡംലി ഓറിയന്റഡ് ആയ വൈബ്രേഷൻസ് ഉള്ള ഇതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക്, അതായത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന്റെ പെർപെൻഡിക്കുലർ ആയ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് നിങ്ങൾ ആ ലൈറ്റ് ഫീൽഡിന്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ലൈറ്റ് വെക്ടറിന്റെ വൈബ്രേഷൻസിനെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉള്ള ലൈറ്റിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അതിന്റെ ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് നോക്കൂ, അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്, റാൻഡംലി ഓറിയന്റഡ് ആണ്. ഓക്കെ, കണ്ടോ? റാൻഡംലി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. അപ്പൊ പക്ഷേ പോളറൈസ്ഡ് ലൈറ്റ് നോക്കിക്കേ, ഒരു പ്രത്യേക ദിശയിലേക്ക് നിങ്ങൾ കൺഫൈൻ ചെയ്തിരിക്കുകയാണ് അതിനെ. അതാണ് പോളറൈസ്ഡ് ലൈറ്റ്. ഇനി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവുകളെ മാത്രമേ നിങ്ങൾക്ക് പോളറൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവുകളെ മാത്രമേ പോളറൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നോക്കിക്കേ, ആറാമത്തെ പോയിന്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാൽസൈറ്റ്, ക്വാർട്സ്, ടൂർമലൈൻ മുതലായ ചില ക്രിസ്റ്റൽസിൽ ഡബിൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഡബിൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇൻസിഡന്റ് ആയിട്ടുള്ള ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഡബിൾ റിഫ്രാക്ഷൻ കാരണം ഇൻസിഡന്റ് ആയ അൺപോളറൈസ്ഡ് ലൈറ്റ് രണ്ട് ലൈറ്റ് ബീമുകളായി എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു റേ ഓർഡിനറി റേ എന്ന് വിളിക്കുന്നു, മറ്റേതിനെ എക്സ്ട്രാ ഓർഡിനറി റേ എന്ന് വിളിക്കുന്നു. ഓക്കെ, എക്സ്ട്രാ ഓർഡിനറി റേ എന്ന് പറഞ്ഞാൽ സ്നെൽസ് ലോ ഒബേ ചെയ്യില്ല, ഓർഡിനറി റേ സ്നെൽസ് ലോ ഒബേ ചെയ്യും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ശരി. ഇനി നോക്കൂ, നിക്കോൾ പ്രിസം. എന്താണ് നിക്കോൾ പ്രിസം? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നിക്കോൾ പ്രിസം. അത് എംപ്ലോയ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണ്? ഡബിൾ റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നോക്കിക്കേ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറലി പോളറൈസർ. അപ്പോ ഒരു പോളറൈസറിൽ നിന്നും അല്ലെങ്കിൽ ഒരു പോളറൈസറിലേക്ക് നിങ്ങൾ അൺപോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്താൽ അതിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നിങ്ങൾ മറ്റൊരു മെറ്റീരിയലിൽ എന്ത് ചെയ്യുകയാണ്? കൂടെ പാസ് ചെയ്യണം. ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് അനലൈസർ. അതൊരു പോളറൈസിംഗ് ക്രിസ്റ്റൽ ആണ്, മറ്റൊരു പോളറൈസിംഗ് ക്രിസ്റ്റൽ ആണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വിത്ത് റെസ്പെക്ട് പോളറൈസർ ഈ അനലൈസറിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും എമർജ് ചെയ്യുന്ന ലൈറ്റ് എന്ത് ചെയ്യും? ഓറിയന്റേഷൻ അനുസരിച്ച് വേരി ചെയ്യും. ഈ പോളറൈസേഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.